ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കുകയാണ് ബാബുവിനോട്. ബാബുവിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ബുർഖ ധരിച്ച് എന്തെങ്കിലും ആരെങ്കിലും ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരിക്കൽ പോലും ഇല്ല. പക്ഷെ വേറെ വിഷയം ഞാൻ പറയുന്നത്, ബുർഖ ധരിക്കുക, ബുർഖധാരി, ബുർഖ എന്നുള്ള സംഭവത്തിലേക്ക് ആക്രമണം വരുന്നത് പച്ചയായ സത്യമല്ലേ? എനിക്ക് ആക്രമണം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതല്ലേ മാധ്യമ ജീവിതത്തിൽ അങ്ങനെ ഇല്ല. കേരളത്തിൽ ഇല്ല, ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. കേരളത്തിൽ ഇല്ല. പക്ഷെ വന്നു തുടങ്ങിയിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ? ഞാൻ പച്ചയായി ചോദിക്കുകയാണ് നിങ്ങളോട്, ബുർഖയുടെ പേരിൽ ആക്രമണം നടക്കുന്നുണ്ടോ? ആക്രമണം നടക്കുന്നുണ്ട്, അതന്നെയല്ലേ സത്യം. വസ്ത്രദാനത്തിന് എന്ന് കരുതിയിട്ട് നമ്മൾ നമ്മുടെ ആചാരങ്ങളെ അല്ലെ അനുഷ്ഠാനങ്ങളെ രീതികളൊക്കെ മാറ്റണം എന്ന് പറയുന്നത് ശരി? ഒരിക്കലും മാറ്റണം എന്ന് പറയുന്നില്ല, മാറ്റപ്പെടേണ്ടതാണെന്നാണ് പറയുന്നത്. മാറ്റണം എന്നല്ല പറയുന്നത്, മാറ്റപ്പെടേണ്ടതാണ്. ഡിപ്ലോമാറ്റിക് സ്റ്റൈലാണ്. അല്ല, ഷെബിൻ ഒരിക്കൽ പോലും ഒരു പ്രസ്താവന ഇറക്കാൻ ഞാൻ ആളല്ല. പക്ഷെ ഞാൻ പറയുന്നത് മാറ്റപ്പെടേണ്ടതാണ്. പ്രേക്ഷകരോട് പറയേണ്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ പിന്നാലെ ശരിക്കും പല ആളുകളൊക്കെ നടന്നിട്ട് ഈ ബുർഖ എന്നുള്ള സംഭവം അതിനുള്ളിൽ ആരാണ് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് ഞാനാണെന്ന് പറയാനുള്ള കണ്ടീഷനിലേക്ക്, അത്തരം രീതിയിലേക്ക് എന്ത് ചെയ്യണം? അത് തുറന്നു കാണിക്കണം മുഖം. തുറന്ന് താങ്കളുടെ നിലപാട് അതാണല്ലേ? 100%. എന്റെ നിലപാടെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ പറയാം, ബാക്കി നമുക്ക് പ്രേക്ഷകർക്ക് വിടാം. എന്റെ നിലപാടെന്ന് പറയുന്നത് ഇസ്ലാമികമായ കാര്യങ്ങൾ അത് ഏതൊരു മതത്തിലാണെങ്കിലും, അത് ഹൈന്ദവോ ക്രൈസ്തവോ എന്തോ ആയിക്കോട്ടെ, ആ മതത്തിൽ ഒരുപാട് ആചാരങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. അതിനെ പരിപാലിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്നവർ പൊക്കോട്ടെ, ഇല്ലാത്തവർ അത് വേണ്ട. പക്ഷേ ഒരാൾ വന്നിട്ട് നിങ്ങളുടെ ആചാരം തെറ്റാണ്, അത് നിങ്ങൾ ചെയ്യരുതെന്ന് പറയാനുള്ള അവകാശം നമുക്കില്ല. ഇല്ല, അത് ഓപ്പൺ ആയിട്ട് പറയാം. പക്ഷെ ഞാൻ പറയുന്നത് നാളത്തെ ഭാവിയുടെ, നാളത്തെ ഇന്ത്യയുടെ കാഴ്ചപ്പാട് എന്തായിരിക്കുമെന്ന് ഷെബിന് പറയാൻ കഴിയുമോ? കഴിയില്ല. ഷെബിൻ, ഇത് ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് നമ്മൾ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഷെബിനടക്കം ഇതിന്റെ ദോഷങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാ. അല്ല, അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. കാര്യം മനസ്സിലാക്കേണ്ടതാണെന്ന് വെച്ചാല് അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ എല്ലാം നിരോധിക്കേണ്ടി വരും. നമുക്ക് ഞാൻ പറയുന്നത് ഒരു ദോഷം ഉണ്ടാവും എന്ന് കരുതിയിട്ട് അതിന്റെ ഒരു മതത്തിൽപ്പെട്ട നിരോധിക്കണമെന്ന് പറയാൻ കഴിയുന്നു. ഷെബിൻ, ഇത് താങ്കൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിൾ പ്രശ്നങ്ങളല്ല. അല്ല, ദീനിൽ ഇസ്ലാമിൽ ഇതൊരു വലിയ കാര്യമാണ്, ഈ ഇത്തരം ഡ്രസ്സുകൾ ഉപയോഗിക്കണമെന്നുള്ളത്. ഷെബിനെ, സൗദിയിൽ വരെ മുഖം കാണിക്കാമെന്നുള്ള ഫത്വകൾ ഇറക്കിയിട്ടുണ്ട്, അറിയോ? പ്രശ്നമില്ല. പഴയ കാലത്ത് എന്തായിരുന്നു സൗദിയിലെ വിഷയം? അവിടെ സിനിമ ഹാൾ ഉണ്ടായിരുന്നില്ല, കള്ള് ഷാപ്പുകൾ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? ഈ മുസ്ലിം എന്ന് പറയുന്ന നമ്മള്, ഈ മുസ്ലിം എന്ന് പറയുന്ന ഇവര് ഇപ്പോഴുള്ള ആളുകള് അവിടെ ഫോളോ ചെയ്ത് വരേണ്ട സാധനം. അതിന് ഉദാഹരണം പറയാം. പണ്ട് കാലത്ത് ഈ MDMA മയക്കുമരുന്നൊന്നും അത്ര സുലഭമല്ല, ഇപ്പോ സുലഭമാണ് എന്ന് കരുതിയിട്ട് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് പറഞ്ഞ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? പക്ഷേ ഷിബിന് ഞാൻ പറഞ്ഞത് ഷിബിന് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ചില ദോഷങ്ങൾ ഉള്ളത് കൊണ്ട് അതിനെ പൂർണ്ണമായി നിരോധിക്കണം എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞു. നിരോധിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, മാറ്റപ്പെടേണ്ടത് അങ്ങനെയല്ല. ഇത് അതായത് നമ്മളിപ്പോ ഒരു ബുർഖ ഇട്ടിട്ട് ഒരാൾ പോയിക്കൊണ്ടിരിക്കുക, നടന്നു പോയിക്കൊണ്ടിരിക്കുക, വീണ്ടും ചോദിക്കുകയാണ് അത് ആണാണോ പെണ്ണാണോ എന്ന് ചോദ്യചിഹ്നമാകുവാണോ വേണ്ടത്? അത് തട്ടി ബുർഖയിട്ട് ഒരു സ്ത്രീ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ സ്ത്രീ എന്ന് വിചാരിക്കുന്നത്. അതിനുള്ളിൽ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് നമുക്ക് നിർണ്ണയിക്കാൻ കഴിയാത്ത അവസ്ഥ ഇന്ന് നിലവിലുണ്ട്. ബുർഖ ഇടുന്നതോ പർദ്ദ ഇടുന്നതോ, ഞാൻ പർദ്ദക്ക് എതിരാണെങ്കിൽ ഒരു 100% എന്ത് ചെയ്യാം, എന്നെ തെറി പറയാം. പക്ഷെ ഞാൻ പർദ്ദ നല്ലൊരു കംഫർട്ട് ആയിട്ടുള്ള വസ്ത്രമാണ് എന്ന് പല ആളുകളും പറഞ്ഞിട്ടല്ലോ. അത് ആ കംഫർട്ട് ആയിട്ടുള്ള വസ്ത്രങ്ങളിൽ തന്നെ തുടരട്ടെ. ഞാൻ പറയുന്നത് കണ്ണ് മൂടി കെട്ടിയിട്ടുള്ള ഈ കണ്ണിന്റെ ഈ ഭാഗം മാത്രമുള്ള സംഭവം ഉണ്ടല്ലോ, അതിനുള്ളിൽ ആരാണ് എന്ന് ക്വസ്റ്റ്യൻ മാർക്ക് അടിക്കുന്ന രീതിയിലേക്ക് പോകരുത് എന്ന് പച്ചയായിട്ട് ഞാൻ പറയും. കാര്യം ഇത് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, സമുദായത്തിലെ ആളുകളൊക്കെ ഇത് മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണിത്. അതായത് നാളത്തെ അല്ലെങ്കിൽ ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ നിങ്ങൾക്ക് കൃത്യമായി അറിയാം. ഈ ഒരു വിഷയത്തിന്റെ മുകളിൽ ആ സമുദായം വലിയ രീതിയിലേക്ക് ആക്രമിക്കപ്പെടുന്നുണ്ട്, ഇല്ലേ ഷെബിനെ? തീർച്ചയായും. ആ ആക്രമിക്കപ്പെടുന്ന ആ ഒരു രീതിയിലേക്ക് ഇപ്പൊ ഞാൻ പറയുന്ന മതം എന്ന് പറയുന്ന സംഭവം, ഇപ്പൊ ഞാൻ വലിയൊരു ഉദാഹരണം പറയാം. ഗൾഫ് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ പള്ളി അവിടെ ഉണ്ടാവും, ബാർ ലിക്കർ ഷോപ്പുകൾ ഉണ്ടാവും. എന്തുകൊണ്ട് അത്തരം ഒരു രീതിയിലേക്ക് ചിന്തിക്കുന്ന പറയും? പള്ളിയിൽ പോകേണ്ട ആളുകൾ പള്ളിയിൽ പോകും, ബാറിൽ പോകേണ്ട ആളുകൾ ബാറിൽ പോകും. മനസ്സിലായോ? അത് വിശ്വാസം എന്ന് പറഞ്ഞ സാധനം ഒരു മനുഷ്യന്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്ന സാധനമാണ്. അതിനൊരു വാല്യൂ ഉണ്ടാവും. അത് ഒരു മദ്യഷോപ്പ് കണ്ടാലോ ഒരു പെണ്ണിനെ കണ്ടാലോ തെറ്റിപ്പോകുന്ന അവസ്ഥയിലേക്കുള്ള ഒരു വിശ്വാസമാവരുത്. മനസ്സിലായോ? അപ്പോ ഈ എല്ലാത്തിനെയും നിരോധിക്കുക എന്നല്ലേ. ഇപ്പോ ലിക്കറിന്റെ കാര്യം കുറച്ചു മുമ്പ് പറഞ്ഞു. കള്ള് ഷോപ്പിൽ എന്താണ് പ്രശ്നമുള്ളത്? അത് ലീഗലായിട്ട് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഒരു മറയില്ലല്ലോ.
അതൊരു ബ്രാൻഡ് വാങ്ങിക്കാൻ വേണ്ടി പോയി ആ ബ്രാൻഡാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. പർദ്ദയും ഈ സംഭവം ഇപ്പൊ വേറൊരു വിഷയമുണ്ട്. അല്ല, ഞാൻ ഉദാഹരണം പറഞ്ഞ് വേർന്നുകൊണ്ടല്ല, ഈ പ്രശ്നമുള്ളതൊക്കെ നിരോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇന്നിപ്പോ എല്ലാം നിരോധിക്കണ്ടേ? ഓരോ കാലഘട്ടത്തിലും ഷെബിനെ, ഓരോ കാലഘട്ടത്തിലും ഇത് അനലൈസ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിനതീതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതാണ് ഇസ്ലാമിന്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. കാലഘട്ടത്തിനനുസരിച്ച് നമ്മളുടെ ഇഷ്ടമുള്ളതുപോലെ മാറ്റാനും കുറയ്ക്കാനും കൂട്ടാനൊന്നും ഇസ്ലാമിലില്ല. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിലേക്ക് നമ്മൾ എന്ന് പറയുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ ബുർക്ക തന്നെ മാറ്റണം എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാകുമെന്ന് നമുക്കറിയില്ല. നമുക്ക് ചർച്ച ക്ലൈമാക്സ് ഒരു കാര്യം കൂടെ പറയാം. അതായത് ഈ കേന്ദ്ര സർക്കാർ അടക്കം, താങ്കൾ ചോദിക്കുന്ന ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. കേന്ദ്ര സർക്കാർ അടക്കം എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ് കേന്ദ്ര സർക്കാർ നിരോധിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ, ബുർക്ക നിരോധിക്കണം, പർദ്ദ നിരോധിക്കണം എന്ന് പറയാം. അതിന്റെ ഒരു അടിസ്ഥാന അത് ആ ക്ലൈമാക്സ് ആ ലെവലിൽ തന്നെ വെക്കാം. ക്ലൈമാക്സ് ചെയ്യാം നമുക്ക്. അപ്പൊ എനിക്ക് ഇപ്പൊ ഒരു ഓർമ്മ വരുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയോ? കുറച്ചു നാൾ മുമ്പ് BJP സർക്കാർ അറിയാലോ, ഇന്ത്യൻ മുസ്ലിങ്ങൾക്കെതിരെ മാക്സിമം എല്ലാ രീതിയിലുള്ള അവരുടെ പ്രവർത്തനം നോക്കിയാൽ ഏത് നിയമം എടുത്താലും മുസ്ലിങ്ങൾക്കെതിരായി കൊണ്ടുവരുന്ന ഇപ്പൊ തന്നെ പർദ്ദ വരെ അല്ലെങ്കിൽ ബുർഖ വരെ നിരോധിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. അതുപോലൊരു നിലപാടാണ് താങ്കളും സ്വീകരിക്കുന്നത്. അല്ല, കേന്ദ്ര സർക്കാർ മനസ്സിലാവില്ല ബുർഖ നിരോധിക്കുക അല്ലെങ്കിൽ പർദ്ദ നിരോധിക്കോ എന്നുള്ളൊരു കിംവദന്തി പരത്തി എന്തുകൊണ്ടാണ് അറിയോ? അതായത് അതെന്തുകൊണ്ടാണ് ഷെബിനോട് ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ്? അതൊരു ഇസ്ലാം മതവിശ്വാസത്തിന് എതിരാണോ? തീർച്ചയായും എതിരാണല്ലോ. അല്ല, അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ തീ പിടിച്ച വിലയാണ് ആണല്ലോ അല്ലെ. ഓരോ മനുഷ്യനെയും ഇഞ്ചിഞ്ചായി വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഉൾപ്പെടെ പെട്രോള്, ഗ്യാസ് എല്ലാം ഉൾപ്പെടെ 60 വർഷം കൊണ്ട് ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല. പലപ്പോഴും എന്നെ അറിയുന്ന ആളുകൾക്ക് മനസ്സിലാവും ഞാൻ കോൺഗ്രസോ മറ്റുള്ള പാർട്ടിക്കാരല്ല. പാർട്ടി രാഷ്ട്രീയം പറയരുത് എന്നുള്ളതാണ് ഒരു മാധ്യമ പ്രവർത്തകൻ. അതുപോലെ തന്നെ മതം പറയരുത്. ഇന്ന് അതല്ല ശരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഇപ്പൊ ഒരു ചാനൽ തുറന്നു നോക്കി കഴിഞ്ഞാൽ രാഷ്ട്രീയ ചർച്ചകളിൽ ഞാൻ ഇടതുപക്ഷമാണ്, മറ്റാള് കോൺഗ്രസ്സാ, മറ്റാള് BJP. നിങ്ങൾക്കറിയാലോ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഏത് മാധ്യമ പ്രവർത്തനത്തിനെ വിശ്വസിക്കാം? അത്രയും രീതി വരാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. പർദ്ദ നിരോധിക്കണം എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളില് ഇസ്ലാം മത വേട്ടയാണെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞേ? അല്ല. പിന്നെ പർദ്ദ എന്നുള്ളത് മാക്സിമം പോയാൽ 1 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ കിട്ടും. ശരിയാണോ? പർദ്ദയോ? വേണ്ട, എത്ര ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ കിട്ടും? പർദ്ദ 300 രൂപയ്ക്ക് ഉണ്ടല്ലോ. ആണല്ലേ? ഈ 300 രൂപയ്ക്ക് വാങ്ങുന്ന പർദ്ദ ഇടുന്ന സ്ത്രീ എന്ന് പറയുന്നു ആ പർദ്ദ ഇട്ട സ്ത്രീയാണ് അല്ലെ? ആണല്ലോ. അത് അഴിപ്പിച്ചു വെച്ചാൽ എന്തോരം അവരുടെ മേലെ വിൽക്കാൻ കഴിയുന്നു ജസ്റ്റ് ഒന്ന് ആലോചിക്കാം. അവരുടെ കോസ്റ്റ്യൂം, അവരുടെ ഓർണമെന്റ്സ്, പർദ്ദ അഴിപ്പിക്കലാണ്. അതായത് പർദ്ദ അഴിപ്പിക്കലാണ് അവരുടെ ജോലി. അവർ കച്ചവടം തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്ര കാലമായിട്ട് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 60 വർഷമായിട്ട് 297 അല്ലെങ്കിൽ 350 രൂപയുള്ള ഗ്യാസില് 10 വർഷത്തിനുള്ളിൽ എപ്പോഴും BJP സർക്കാരിന്റെ ആളുകൾ പറയല്ലോ ഞങ്ങളുടെ നരേന്ദ്രമോദി അധികാരത്തിൽ പിന്നെ വലിയ രീതിയിലേക്കുള്ള വികസനങ്ങളാണ് അല്ലെ. കഴിഞ്ഞ 60 വർഷം കൊണ്ട് വെറും 300 രൂപയിൽ പിടിച്ചു നിർത്തിയ ഗ്യാസ് അല്ലെങ്കിൽ 400 രൂപയിൽ പിടിച്ചു നിർത്തിയ ഗ്യാസ് എത്ര വർഷം കൊണ്ട്? 60 വർഷം കൊണ്ട്. അത് 10 വർഷം കൊണ്ട് 3 മടങ്ങ് കൂട്ടിക്കഴിഞ്ഞാൽ ആരെയാണ് ദ്രോഹിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ മനസ്സിലാവും. തീർച്ചയായും. അപ്പോ ഈ പർദ്ദ എന്നുള്ള വിഷയം കേന്ദ്ര സർക്കാർ പർദ്ദയെ വലിയ രീതിയിലേക്ക് ബാൻ ചെയ്യണമെന്ന് പറഞ്ഞ സംഭവം ഇസ്ലാം വിരോധമാണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടാണ്. പക്ഷെ അവരെ അത് അഴിപ്പിച്ചു വെച്ചാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അവരുടെ മേലെ ബിസിനസ് ചെയ്യാൻ കഴിയും. അതാണ് ഒരു ഉദ്ദേശം. സത്യമല്ലേ? അത് പർദ്ദ ഇട്ട് കഴിഞ്ഞാൽ ഒരൊറ്റ ബിസിനസ് ചെയ്യാൻ കഴിയുള്ളൂ. എന്താണ്? ഈ ബുർക്ക ഇട്ട് കഴിഞ്ഞാൽ ഈ കണ്ണിന്റെ ഭാഗത്ത് അവിടെ മാത്രം കുറച്ച് മേക്കപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും മതി എന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. അതല്ല, അത് മാത്രമേ ബിസിനസ് ചെയ്യാൻ കഴിയുള്ളൂ. അത് അഴിപ്പിച്ചു വെച്ചാൽ എന്തും കച്ചവടമാക്കുന്ന, എന്തും ബിസിനസ് രീതിയിൽ കാണുന്ന, എന്താണ് ബിസിനസ് രീതിയിൽ കാണാത്ത രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ പോയിട്ടുള്ളത്? പറയും. ഒന്നുമില്ല. അവശ്യ സാധനം, മനുഷ്യന്റെ അവശ്യ സാധനങ്ങൾക്ക് വരെ അത്ര ലെവലിൽ തീ പിടിച്ച വിലയാണ്. ആണോ? അപ്പൊ അവരെ കൊണ്ട് 1000 സ്ത്രീകളുണ്ടെന്ന് വെച്ചാൽ എക്സാമ്പിൾ, ഐ എം ടെല്ലിംഗ് ഫോർ എക്സാമ്പിൾ, 1000 സ്ത്രീകളില് ഒരു 600 അല്ലെങ്കിൽ 400 സ്ത്രീകളുടെ, അതായത് പർദ്ദ നിർബന്ധിക്കുന്ന ചില കുടുംബങ്ങളുണ്ട്. ആ പർദ്ദ നിർബന്ധിക്കുന്ന ചില കുടുംബങ്ങളിൽ അത് അഴിപ്പിച്ചു വെച്ചാൽ സർക്കാരിന്റെ പിന്തുണയോടെ ഒരു അഴിപ്പിച്ചു വെക്കുന്ന ഒരു 400 പേരെ കൊണ്ട് അഴിപ്പിച്ചു വെക്കുന്ന സ്ഥിതി വന്ന അവർ കോസ്റ്റ്യൂമുകൾ യൂസ് ചെയ്യാൻ തുടങ്ങും. തീർച്ചയായും. ഈ പർദ്ദ എന്ന് പറയുന്നത് താങ്കൾ പറഞ്ഞല്ലോ 300 രൂപയ്ക്ക് കിട്ടുന്നത്. ഈ പർദ്ദ 1.5 ലക്ഷം രൂപയ്ക്കും പർദ്ദ കിട്ടും, 10 ലക്ഷം രൂപ പർദ്ദ കിട്ടും. പക്ഷെ അതല്ല, പർദ്ദ അഴിപ്പിച്ചു വെച്ചാൽ 10 ലക്ഷം രൂപയുടെ പർദ്ദ ഇടുന്ന ആള് 1 കോടി രൂപയുടെ ഓർണമെന്റ്സ് യൂസ് ചെയ്യും. തീർച്ചയായും. അവരെ കൊണ്ട് അഴിപ്പിച്ചു വെക്കുക എന്നുള്ളതാണ്. ആ ഒരു വിവാദം ഞാൻ അങ്ങനെയാണ് കണ്ടേക്കണേ.
തീർച്ചയായും താങ്കളുടെ അത് വേറെ രീതിയിലേക്ക് ചർച്ച മാറ്റി വിടുന്ന രീതിയിലേക്കാണ്. അതെ. ഇത് നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഒരു ബിസിനസ് കൂടെ കാണുന്നുണ്ട്. ആര്? കേന്ദ്ര സർക്കാർ. ആ ബിസിനസ് 100% കാണുന്നത് സത്യമാണ്. എല്ലാ സംഭവം, എല്ലാ മേഖല നോക്കട്ടെ, എല്ലാ മേഖലയിലും ഇപ്പോ നമ്മൾ പർദ്ദ വിഷയം കൊണ്ടുവന്ന് ഈ ബിസിനസ് വിലക്കയറ്റത്തെ കുറിച്ച് സംസാരിക്കുന്ന വേറെ ഇതിലേക്ക് ആ രീതിയിലെത്തി കഴിഞ്ഞു. എന്തായാലും ഞങ്ങൾ രണ്ടുപേരുടെ നിലപാടുകൾ പ്രേക്ഷകർ കണ്ടുവെന്ന് വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൽ ഞങ്ങളുടെ നിലപാടുകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം. തീർച്ചയായും. അപ്പോ പ്രത്യേകിച്ച് വീണ്ടും എടുത്തു പറയാണ്, മുസ്ലിം സമുദായത്തിലെ ആളുകളെ വിമർശിക്കുകയല്ല, ഒരു കാരണവശാലും പർദ്ദ നിരോധിക്കണം എന്ന് പറയുന്നതല്ല. ഈ പർദ്ദ മുസ്ലിം സമുദായത്തെ ആക്രമിക്കുന്നതിൽ ഒരു ഘടകം പർദ്ദയാണ്. ആ ഒരു ഘടകം പർദ്ദയാണെങ്കിൽ അത് എന്തുകൊണ്ട് ബുർക്കയല്ലേ? ഭയങ്കര പ്രശ്നമുള്ള. അതായത് എന്തായാലും ഈ മുസ്ലിം സമുദായത്തോട് പറയാനുള്ളത്, മുസ്ലിം സമുദായത്തെ ആക്രമിക്കുന്നതിൽ ഒരു വിഷയം ബുർക്കയാണ്. ഒരു വിഷയം, വലിയ വിഷയമാണത്. അതായത് അവരിൽ ഒരു വിഷയമാവുക എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അടിക്കുന്ന ഒരു സംഭവമാണ്. മറ്റു പല ആളുകളും ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് ബുർക്ക നിരോധിക്കണം, അല്ലെങ്കിൽ ബുർക്ക ഇടുന്നത് എന്തിനാണെന്ന്. പക്ഷെ കുറച്ച് ആളുകൾക്ക് ചോദിക്കാൻ കഴിയും, മതവിശ്വാസികൾ പറയും ഞങ്ങളുടെ ആചാരപ്രകാരമാണെന്ന്. അപ്പൊ അതിനുള്ളിൽ ആണുണ്ടോ പെണ്ണാണോ എന്ന് ചോദിക്കാനുള്ള അവകാശം മറ്റുള്ള ആളുകൾക്കുണ്ട്. ആ അവകാശം ഒരു രാഷ്ട്രീയമായി എടുക്കേണ്ട, ഒരു മതത്തിന്റെ പേരിൽ എടുക്കണ്ട, പക്ഷെ അത് തുറന്നു കാണിക്കപ്പെടേണ്ട വിഷയങ്ങളുണ്ട്. ഇപ്പോ ഞാൻ വേറെ കാര്യം കൂടെ പറയട്ടെ. ആരെങ്കിലും നമ്മുടെ ബുർക്കയിട്ട ആളുകൾ സുരക്ഷിത അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആ സുരക്ഷിതാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ പൊതുജനം അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്നും ക്വസ്റ്റ്യൻ മാർക്ക് അടിച്ച് നിൽക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ മുന്നോട്ട് പോകണം. തീർച്ചയായും. എന്തായാലും ബാക്കി പ്രേക്ഷകർ അഭിപ്രായം പറയട്ടെ. തീർച്ചയായും. അല്ല, തൊലി പറയുമ്പോഴൊക്കെ ഇവർ എന്ത് ചെയ്യണം, ഇതൊന്ന് അനലൈസ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഈ സംഭവം കേൾക്കണം. അതായത് ഞാൻ തെളിയല്ല പറയുന്നത്, ഇത്തരം രീതിയിലേക്ക് ആക്രമിക്കപ്പെടുന്ന രീതി ഇന്ന് നിലവിലുണ്ടായത് കൊണ്ടാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. തീർച്ചയായും.